സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലൂടെ ഫ്ളാറ്റ് കിട്ടുമെന്ന് കരുതി വഴിയാധാരമായ 54 കുടുംബങ്ങൾ പത്തനംതിട്ടയിലുണ്ട്. പത്തനംതിട്ട ഏനാത്താണ് ഈ സംഭവം. അവിടെ 2020 തുടങ്ങിയ ഫ്ളാറ്റ് നിർമ്മാണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഏഴംകുളം പഞ്ചായത്തിന് കീഴിലെ 92 സെന്റ് സ്ഥലമായിരുന്നു ഫ്ളാറ്റിനായി കണ്ടെത്തിയത്. ലൈറ്റ് വെയ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ച് സാങ്കേതിക വിദ്യയിലുള്ള 2 ഫ്ളാറ്റുകൾ നിർമ്മാണത്തിൽ ഒന്നിൻ്റെ ഘടന മാത്രമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. മറ്റൊന്ന് തറയും, അതും പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും വിഹാര കേന്ദ്രമായി മാറി ഈ പ്രദേശം. പത്തനംതിട്ടയിൽ നിന്ന് ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പറഞ്ഞ് പറ്റിച്ചോ. 2020 സെപ്റ്റംബർ മാസം 24-ാം തീയതി നിർമ്മാണോദ്ഘാടനം നടത്തിയ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫ്ളാറ്റ് സമുച്ചയമാണ് ഈ കാണുന്നത്. 6 മാസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. വർഷം 5 കഴിഞ്ഞിട്ടും പദ്ധതി എങ്ങും എത്തിയില്ല. ലൈറ്റ് വെയ്റ്റ് സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് സാങ്കേതിക വിദ്യയിൽ ഫ്ളാറ്റ് നിർമ്മിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. 2 ഫ്ളാറ്റുകൾ നിർമ്മിക്കാനായിരുന്നു തീരുമാനം. ഒന്ന് ഘടന മാത്രം പൂർത്തിയാക്കി, മറ്റൊന്ന് ഇങ്ങനെ തറകെട്ടി മാത്രം ഇട്ടിരിക്കുകയാണ്. ചേട്ടനാണ് സ്ഥലം കൊടുത്തേ? ഞങ്ങൾ കൊടുത്താൽ അത് അന്ന് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ വല്ല ആയുർവേദ ആസ്പത്രി എന്തെങ്കിലും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അല്ല, ഇതിപ്പോൾ 2 ഫ്ലാറ്റല്ലേ? ഇതിപ്പോൾ മറ്റേ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചൊക്കെ ആയിരുന്നില്ലേ? അത് അവർ എന്തെങ്കിലൊക്കെയാണ് അതാണ്ട് ഇത് തെറ്റിട്ടുള്ളത്. ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയാണ്. 2017-18 കാലയളവിൽ ഗവൺമെൻറ് പഞ്ചായത്തിനെ കൊണ്ട് ഫ്ലാറ്റ് സമുച്ചയം പടുത്തുയർത്തുന്ന 1087 കുടുംബങ്ങളെ പാർപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. പക്ഷേ ഗുണഭോക്തൃ ലിസ്റ്റ് എടുത്തു. ഒരു കുടുംബത്തെ പോലും പാർപ്പിക്കുവാനോ ആ സമുച്ചയം പടുത്തുയർത്തുവാനോ നാളിതുവരെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദയനീയ അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏഴംകുളം പഞ്ചായത്തിലെ ഭൂരഹിതരായ 54 കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. ഇതിനായി ഏനാത്ത് 92 സെന്റ് ഭൂമി വാങ്ങി. ഈ പാതി പണിതിട്ട ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ ഇരുമ്പും സ്റ്റീലുമെല്ലാം ബഹുഭൂരിപക്ഷവും തുരുമ്പെടുത്തു തുടങ്ങി. കാട് വളർന്ന് ആകാശം മുട്ടാറായി. എന്നിട്ടും പദ്ധതിയെക്കുറിച്ച് അധികൃതർക്ക് ആർക്കും യാതൊരു മിണ്ടാട്ടവുമില്ല. ഏറ്റവും കൂടുതൽ എതിർപ്പ് പ്രകടിപ്പിച്ചൊരു മെമ്പർ ഞാൻ തന്നെയായിരുന്നു. കാര്യം ഈ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ പ്രായോഗികമല്ല എന്ന് ഞങ്ങളുടെ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങളെല്ലാവരും അത് സൂചിപ്പിച്ചിരുന്നു. ഉള്ളവർക്ക് കുറച്ച് ഈ വസ്തു വീതം ചെയ്ത് കൊടുത്ത് നിങ്ങൾ ലൈഫിനകത്ത് അവർ ഉൾപ്പെടുത്തിക്കൊണ്ട് 4 ലക്ഷം രൂപയ്ക്ക് വീട് കൊടുക്കുമായിരുന്നു, അത് നന്നായേനെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെയൊക്കെ എതിർപ്പിനെ വകവെക്കാതാണ് അന്നത്തെ ഭരണസമിതി ഇത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് എന്നുള്ള രീതിയിൽ ഈ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോയത്. നമുക്ക് യാഥാർത്ഥ്യമായിട്ടില്ല, അതിനകത്ത് ഫ്ലാറ്റ് സമുച്ചയം യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നു കഴിയുമ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലയിലേക്ക് ഇപ്പോൾ ഞാൻ വീണ്ടും പഞ്ചായത്ത് ഭരണസമിതിയിലുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള നിലയിലേക്കുള്ള പ്രവർത്തനങ്ങളെ കൂടി പോവുക എന്ന നിലയിലാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഇനി ഈ പദ്ധതിയുടെ ഭാവി എന്താകുമെന്ന് ആർക്കും അറിയില്ല. ഫ്ളാറ്റ് പ്രതീക്ഷിച്ചിരുന്ന ഗുണഭോക്താക്കൾ ആകെ നിരാശയിലാണ്. 1ഉം 2ഉമല്ല, 7 കോടിയിലധികം രൂപ മുതൽ മുടക്കിയായിരുന്നു ഈ പദ്ധതി കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നത്. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞ സർക്കാർ സംവിധാനങ്ങൾ എന്തുകൊണ്ട് ഇതൊന്നും കാണുന്നില്ല എന്നുള്ള ചോദ്യമാണ് സാധാരണക്കാരായ ആളുകൾ ചോദിക്കുന്നത്. എത്രയും വേഗം ഇനിയെങ്കിലും ബന്ധപ്പെട്ട അധികൃതർ കൺതുറന്ന് ഈ പദ്ധതി പൂർത്തിയാക്കി ഇതിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഫ്ളാറ്റ് കൈമാറുകയാണ് ചെയ്യേണ്ടത്. ഷൈജു ചാവശ്ശേരിക്കൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.